ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. നമ്മളിപ്പോൾ പോണത് സൺറൈസ് കാണാനാണ് പോകുന്നത്. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സൺറൈസ് കണ്ടിട്ട് വരാം. രാവിലത്തെ നല്ല തിരക്കും കിട്ടും, തണുപ്പുണ്ട്. അതുകൊണ്ട് സ്വെറ്ററൊക്കെ ഇട്ട് വന്നേക്കണം. അത് കാണാനാണ് നമ്മൾ വന്നത്. ഇത് കണ്ടോ, സൺറൈസ്. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് കുറച്ച് നേരം ഉറങ്ങി. ഇപ്പം അടുത്ത ട്രിപ്പ് പോകാനുള്ള ഒരുക്കമാണ്. അപ്പോൾ ഒരുങ്ങി ഇറങ്ങുമ്പോൾ കാണാം. ഞങ്ങളപ്പോൾ ഇന്ന് പാരഡൈസ് ബീച്ച് പോവുകയാണ്. ഇപ്പോൾ ലഗേജ് എവിടെയെങ്കിലും ലഗേജ് വെക്കണ സ്ഥലത്ത് കൊടുക്കണം. വണ്ടി ഇന്ന് വൈകുന്നേരം റെൻറ്റിന് കൊടുക്കണം. അപ്പോൾ ഇന്ന് തന്നെ രാത്രി ഞങ്ങൾ പോവും. അപ്പോൾ ഈ റൂം വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സാധനങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. ലഗേജ് വെച്ചിട്ട് ഞങ്ങൾ പാരഡൈസ് ബീച്ചിൽ പോവും. അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ ഇറങ്ങല്ലേ. ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാനാണ് പോണേ. വണ്ടി അല്ല, ബാഗ് ഞങ്ങൾ ഇവിടെ തന്നെ വെച്ചു. 5 മണി വരെയും എക്സ്റ്റെൻഡ് ചെയ്തു. അയാൾ എക്സ്ട്രാ 500 രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ പോവാണ്. ഞങ്ങൾ പോണ്ടിച്ചേരി ടൗണിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒരു 3 കിലോമീറ്റർ നീങ്ങിയിട്ടാണ്. ഇവിടുത്തെ ഓട്ടോ ഉണ്ടോ? അതാണ് ഇവിടുത്തെ ഓട്ടോ. ഇവിടെ എപ്പോഴും നെയ് റോസ്റ്റും ദോശയും മാത്രമേ രാവിലെ കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നണം. എനിക്കറിയാൻ പാടില്ല. ഇന്നലെ ഇത് തന്നെ രാവിലെ ഉണ്ടായുള്ളൂ. വേറെ എന്ത് ചോദിച്ചാലും വൈകുന്നേരം ഉള്ളൂ എന്ന് പറയും. അപ്പം രാവിലെ ഭൂരിയും നെയ് റോസ്റ്റും ദോശ ഐറ്റംസ് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. എനിക്കറിയില്ല, അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു. ഗൈസ്, അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ എത്തിയത് ഓറോവില്ലേക്കാണ്. ഇത് അത്യാവശ്യം നടന്ന് കാണാനുള്ള പ്ലേസ് ആയിരുന്നു കേട്ടോ. ആദ്യം ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു പട്ടണമായിരുന്നു. ആ പട്ടണത്തിൽ ജാതിയോ മതമോ പോലീസോ കോടതിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു സമാധാനപരമായി ജീവിക്കുന്ന ഒരു ടൗൺഷിപ്പാണത്. ഇവിടെ ഇങ്ങനെ അതിൻ്റെ ഹിസ്റ്ററിയാണ് ആദ്യം തന്നെ അവർ പറയണത്. ആദ്യം ഹിസ്റ്ററി കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇതൊന്നും മനസ്സിലാവില്ല. അതിൻ്റെ കഥ ഞാൻ പറഞ്ഞു തരാം. ഇതെനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ടൗൺഷിപ്പാണ്, ഒരു എക്സ്പെരിമെൻ്റൽ ടൗൺഷിപ്പാണ്. 3930 ഏക്കറിലാണ് ഈ പ്രദേശം. ഇതൊരു സമാധാന പ്രദേശം, സിറ്റി സോൺ, ഗ്രീൻ ബെൽറ്റ്, ഇങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ തന്നെ സിറ്റി സോൺ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ടൗൺഷിപ്പിൻ്റെ മധ്യഭാഗത്ത് കാണുന്ന ആ ഭാഗത്തിന് മഹാമന്ദിർ എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ 121 രാജ്യങ്ങൾ, 23 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ മണ്ണ് കൊണ്ടൊരു മനുഷ്യ ഐക്യത്തിൻ്റെ പ്രതീകമായ ആംഫി തിയേറ്റർ എന്ന് പറയും. ഈ ഒരു പോർഷനാണ് സമാധാനത്തിൻ്റെ ഇടം എന്നറിയപ്പെടുന്ന പ്രദേശം. ഈ ഒരു ഭാഗത്തിന് അവർ ടെമ്പിളായിട്ടാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. ഈ പട്ടണത്തിൻ്റെ നടുഭാഗത്ത് ഒരു ഡോൺ ആകൃതിയിലാണ് ഇത് കാണപ്പെടുന്നത്. നമ്മൾ ഇറങ്ങിയെടുത്തുനിന്ന് 2 കിലോമീറ്റർ നടന്നിട്ടാട്ടോ ഈ ഒരു പോർഷൻ കാണാം. ഇവിടെ നിന്ന് ഇറങ്ങി കരിക്ക് കുടിക്കാൻ നിർത്തിയതാണ്. ഞങ്ങൾ അടുത്തത് പോണത് ഏതൻ ബീച്ചിലേക്കാണ്. നമ്മളടുത്തത് ഏതൻ ബീച്ചിലെത്തി. ബീച്ച് കാണാനാണ് പോകുന്നത്. ബീച്ച് എൻട്രി. ഇതിവിടെ കയാക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ബീച്ച് കുറെ അങ്ങ് നടക്കണം തോന്നുന്നു. ഈ വഴി ആ വഴി കൂടെ എല്ലാവരും നടക്കണുണ്ട്. ഇങ്ങനെ നടക്കണം. അവിടെയാണ് ബീച്ച്. വെൽക്കം ടു ഏതൻ ബീച്ച്. കൊള്ളാത്തതിൻ്റെ എൻട്രി സെറ്റപ്പൊക്കെ നമുക്ക് നല്ല ഭംഗി. ഇവിടെ ഇറങ്ങിയൊക്കെ ചെയ്യാം. മറ്റേ റോക്ക് ബീച്ചിൽ അധികം ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. ഫുൾ റോക്കല്ലേ. ഗായ്സ്, ഇത് ഏതൻ ബീച്ചാണ്. കായലും ബീച്ചും കൂടെ മിക്സാണ്.
കയാക്കിങ്ങും കാര്യങ്ങളിലൊക്കെ കായലിൽ നടക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡ് ബീച്ചാണ്. ബീച്ച് എൻട്രി ഇവിടെ കുളിക്കുകയൊക്കെ ചെയ്യാം. അടിപൊളിയായിട്ടുള്ള സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പുറത്ത് നമുക്ക് അത് കാണിച്ചു കൊടുക്കും. ഇപ്പം അടിപൊളി കൊള്ള ഏതായാലും കൊള്ളാം. ഇവിടെ ഒരാൾ നട്ടുച്ച വെയിലത്ത് കിടന്നുറങ്ങുക. കുറെ നേരമായി. നമ്മുടെ ഷട്ടക്കൂരി കാറ്റോളാണ്ടിരിക്കുകയാണ്. ഫുഡ് പറഞ്ഞു, ചോറും ഫിഷ് ഫ്രൈയും പറഞ്ഞു. രസവും ഇവിടത്തെ അരിയുമാണ്. അത് വെറുതെ കഴിക്കാൻ ടേസ്റ്റാണ്, പക്ഷേ ആ കറി കൂട്ടി കഴിക്കാൻ ടേസ്റ്റ് ഇല്ല. ഷാമിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് രസത്തിൽ മീൻ വെച്ച പോലെ ഇഷ്ടമായില്ല ഷാമിന്. ഫ്രൈയും പറഞ്ഞിട്ടുണ്ട്, ചെമ്മീൻ ഫ്രൈ, പക്ഷേ വന്നിട്ടില്ല. ഇത് കിട്ടിയപ്പോൾ സമാധാനമായോ? ഇഷ്ടമായോ? ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഇവിടെ നിന്ന് ഇതുപോലെയുള്ള സ്ഥലത്താണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് അടുത്ത പാരഡൈസ് ബീച്ചിലും കൂടെ ഒന്ന് കയറാം. അവിടെയാണ് പാരഡൈസ് ബീച്ച്, പക്ഷേ ഇവിടെ നിന്ന് 8 കിലോമീറ്റർ ഉണ്ട്. ഇന്ന് നമ്മൾ വെയിൽ കൊണ്ട് കരിഞ്ഞു. ഇന്നലെ ഇത്ര വെയിൽ കൊണ്ടില്ല. വൈറ്റ് ടൗണും ഫ്രഞ്ച് കോളനിയും ഒക്കെ ആയിരുന്നല്ലോ. ഇന്ന് ഫുള്ള് ബീച്ചായിരുന്നു. ഇനിയും ബീച്ചിലേക്കാണ് പോണത്. നല്ല വെയിലാണ്, കരിഞ്ഞ്. അതാണ് ഈ സെറ്ററൊക്കെ ഇട്ട് നടക്കണേ. കയ്യിലെങ്കിലും വെയിൽ കൊള്ളണ്ടല്ലോ വിചാരിച്ച്. കാര്യം ഇന്ന് ഫുള്ള് തലതിരിവ്, ഹെൽമെറ്റ് തിരിച്ചു വെച്ച്, പിന്നെ കണ്ണട അവിടെ വെച്ച് മറന്നുപോയി. അങ്ങനെ ഓരോ ഫോൺ എൻ്റെ കയ്യിൽ തന്നിട്ട് ഫോൺ തപ്പി കിടക്കുക. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ആക്ടിവിറ്റി അല്ലേ ഷാമേ? ഈ വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ ഇത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വണ്ടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. അത് എത്ര 300ഓ 400, പക്ഷേ മൈലേജ് കൂടുതലുമാണ്. കൊള്ളാം അല്ലേ? ഈ ഒരു വണ്ടിയാ, അതിനൊരു ലുക്ക് അടിപൊളിയാ. കുറേ മലയാളീസ് ഉണ്ട് കേട്ടോ ഗായ്സ്. ഞങ്ങൾ എവിടെ പോയാലും മലയാളീസ് ആവും. എന്നിട്ട് ഞങ്ങളോടാവും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടാവുക. അപ്പോൾ കുറെ കഴിയുമ്പോൾ ചോദിക്കും മലയാളിയാണോ, പിന്നെ അങ്ങ് വർത്താനം പറയും. ട്രെയിനിലും പരിചയപ്പെട്ടു മലയാളീസ്. ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും അല്ലേ ഫുള്ള് ആള് ഇതാ മലയാളീസ് ഇങ്ങോട്ട് വന്നേ. കയ്യിൽ എന്തൊക്കെയോ കെട്ടിത്തരും, ടാഗ് പോലെ. കാണിച്ചു വെച്ചാമേ, എന്തിനാ അത്? ഇവിടേക്ക് എൻട്രി 70 രൂപയാട്ടോ ഈ ബീച്ചിലേക്ക്. എന്താ ഇങ്ങനെ ഇത് ഫുള്ള് കായല കണ്ട. ബീച്ച് അപ്പുറത്തെ സൈഡിലാന്ന് തോന്നുന്നു. ആക്ടിവിറ്റീസാണ്. റെയിൻ ഡാൻസാ? ഇവിടെ കയറിയാലോ? ചെളിയിൽ വീഴരുത്. ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു. നല്ല വെയിലൊക്കെ കൊണ്ട് 4 മണിയായി. 4 മണി കഴിഞ്ഞു. ഇവിടെ ഇനി ഫോണൊന്ന് ചാർജ് ചെയ്യണം. 5 മണിക്കൊരു ഞങ്ങൾക്ക് റൂം വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകണം. രാത്രി 10 മണിക്കാണ് ട്രെയിൻ. അതുവരെ ബാഗ് ഇട്ടിട്ട് എടുത്ത് നടക്കണം. അപ്പോൾ ഒന്ന് ഫ്രഷ് ആവട്ടെ, റെഡി ആവണം. 5 മണിക്ക് ഇറങ്ങട്ടെ ഗായ്സ്. ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് 5 മണിക്ക് ഇറങ്ങിയതാണ്. വേറെ ഡ്രസ്സിലൊക്കെ ആയിരുന്നു ഇറങ്ങിയത്. അപ്പോൾ ഡ്രസ്സൊക്കെ പിന്നെ ഫോട്ടോ എടുക്കാൻ നല്ല സ്ഥലം കണ്ടപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ പഴയ ഡ്രസ്സ് എടുത്തിട്ടു. ലൈറ്റൊക്കെ പോയി ഫോട്ടോയൊക്കെ നിർത്തി. അപ്പോൾ ഞങ്ങൾ വെറുതെ തെണ്ടിത്തിരിഞ്ഞിറക്കാം. 10 മണിക്കാണ് ബസ്. ബാഗ് എടുത്തു ഇങ്ങനെ നടക്കുകയാണ്. വെറുതെ ഈ വഴി സ്ട്രീറ്റ് റോഡ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഇരിക്കാമെന്ന് വിചാരിച്ചു. ഷാമിന് പപ്സ് വേണമെന്ന്. പപ്സ് ഒന്നും ഇവിടെ കിട്ടാനില്ല ഗായ്സ്.
എത്ര നേരം ഫോട്ടോ എടുക്കായിരുന്നു കേട്ടോ. 5 മണി തുടങ്ങി, 6:30 ആയിപ്പോൾ സമയം. ലൈറ്റ് പോയപ്പോൾ ഞങ്ങൾ നിർത്തി. എനിക്ക് മേടിച്ചു കുടിച്ചു ഗായ്സ്, എനിക്ക് തന്നില്ല. നിങ്ങൾ പറഞ്ഞില്ലല്ലോ. കണ്ടോ ഭയങ്കര തിരക്കാ അതിന്റെ ഉള്ളില് അല്ലേ. നല്ല ജിഞ്ചർ ചായ നല്ല ഇഷ്ടമുണ്ട്, കൊള്ളാം. പിന്നെ ഞാൻ ഇത് മേടിച്ചിട്ടോ. ഇത് മറ്റേ പിടിച്ചേ കോട്ട് മേടിച്ചു. 250 പറഞ്ഞു, 150 തന്നു. ഇത് വേണമെന്നൊരു ബണ്ണും മേടിച്ചു. ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, എല്ലാവരും മേടിക്കണത് കണ്ടു. ഒന്ന് നോക്കാം. ഈ ബണ്ണ് അടിപൊളി. ആരെങ്കിലും പോണ്ടിച്ചേരിയൊക്കെ വരികയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യണം. KBS 1924 കൊള്ളാം. 80 രൂപയുള്ളൂ, അടിപൊളി ടേസ്റ്റ്. ഞങ്ങൾ ബീച്ചിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് വേറെ എങ്ങും പോകാനില്ല. റൂം എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം ഫുൾ റെൻ്റ് കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. ഞങ്ങളിപ്പോൾ ബീച്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ കഴിയുമ്പോൾ ഞങ്ങൾ വണ്ടി കൊടുത്തിട്ട് KSRTC ബസ് സ്റ്റാൻഡിൽ പോയിരിക്കും. 10 മണിക്കാണ് ബസ്. സമയം ഇപ്പോൾ എത്ര മണി? 7 മണിയാവണേ ഉള്ളൂ. ബ്രോഡ്വേ പോലെയുള്ള എറണാകുളം മാർക്കറ്റ് പോലെ പോണ്ടിച്ചേരി മാർക്കറ്റിൽ എത്തിയിരിക്കുന്നു. അടിപൊളി വില കുറവിൽ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെറുതെ ഇങ്ങനെ നടക്കും. ഞങ്ങൾ വണ്ടിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇനി ഫുഡ് കഴിക്കണം. ഈ ഡ്രസ്സൊന്ന് എനിക്ക് മാറ്റണം. അത് കഴിഞ്ഞ് ഞങ്ങൾ KSRTC ബസ് സ്റ്റാൻഡിൽ പോകും. ഞങ്ങളിപ്പോൾ നടക്കുകയാണ് ഹോട്ടൽ തപ്പി. ഞങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തി. ഒരു ഹോട്ടലിൽ കയറി ഡ്രസ്സൊക്കെ മാറി. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ്. ഫുഡ് കഴിച്ചിട്ട് പോവും. സമയം 8:30 ആയിട്ടുള്ളൂ. റൊട്ടിയും ചില്ലി ഗോപിയുമാണ്. കഴിക്കട്ടെ. ചെന്നൈ സിൽക്ക്, പോണ്ടിച്ചേരി ചെന്നൈ സിൽക്ക്. ഞങ്ങളിവിടെ ചെന്നൈ സിൽക്സിൽ വന്നതാണ്. ജസ്റ്റ് ബസ് വെയിറ്റിംഗ് ആണ്. 10 മണി വരെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ബസ് വരണേ. അപ്പോൾ വെറുതെ കയറാൻ വിചാരിച്ചു. ഇവിടെ നിന്ന് ഡ്രസ്സ് എടുത്തു, ടീഷർട്ട് എടുത്തു. പിന്നെ ഒരു ട്രാക്ക് സ്യൂട്ട് നോക്കാൻ പോവാം. ഞങ്ങൾ ബസ്സിൽ കയറി. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. Day 2 അവസാനിച്ച് ഞങ്ങൾ വീട്ടിൽ പോവാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.